ദൈവത്തിന് സ്തുതി. ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ മലയുടെ താഴ്വരയിൽ വന്നു നിൽക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് സങ്കീർത്തനം 46 1 വചനമാണ്. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ സുനിശ്ചിതമായ തുണയുമാണ്. ഭൂമി കുലുങ്ങിയാലും പർവ്വതങ്ങൾ അടർന്ന് കടലിൽ പതിച്ചാലും ഞാൻ ഭയപ്പെടുകയില്ല. ഈ ദിവസങ്ങളിൽ സജി എന്ന് പറയുന്ന ഒരു വ്യക്തി അമേരിക്കയിൽ നിന്ന് എന്നെ വിളിക്കുകയാണ്. അദ്ദേഹത്തിന് 3 മക്കളുണ്ട്. ഒരു മകള് ഇപ്പോൾ MBBS പഠിക്കുന്നു. ഈ വചനം വരാൻ കാരണം വളരെയധികം കടബാധ്യതയിൽ അവർ കഴിയുന്ന അവസരത്തിൽ അവരുടെ വീട് ജപ്തി ചെയ്യാനായിട്ട് ബാങ്കും പോലീസും മറ്റുള്ള എല്ലാവരും രാവിലെ തന്നെ വന്നിരിക്കുകയാണ്. അങ്ങനെ ആയിരിക്കുന്ന അവസരത്തിൽ സൂസൻ എന്ന് പറയുന്ന ആ മകൾ എന്നെ വിളിക്കുകയാണ്. വിളിക്കുന്ന അവസരത്തിൽ ഞാൻ ആ മകളോട് പറഞ്ഞു, 46 സങ്കീർത്തനം എടുത്ത് 1 വചനം നീ ഉറക്കെ 9 പ്രാവശ്യം വീട്ടിൽ നിന്ന് വായിക്കുക. ഹൃദയഭേദകമായിട്ട് അവൾ വായിക്കുകയാണ്. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളില് സുനിശ്ചിതമായ തുണയുമാണ്. ഭൂമി കുലുങ്ങിയാലും പർവ്വതങ്ങൾ അടർന്ന് കടലിൽ പതിച്ചാലും ഞാൻ ഭയപ്പെടുകയില്ല. അവള് ഈ വചനം വായിക്കുന്നത് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ്. ഈ വചനം വായിക്കുന്ന അവസരത്തില് ഇവളുടെ കരച്ചിലും ഏങ്ങലുകളുമെല്ലാം കർത്താവ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നില്ലേ? നിന്റെ കണ്ണുനീർ തുള്ളികൾ കുപ്പിയിൽ ശേഖരിച്ചു എന്ന് കർത്താവ് ശേഖരിച്ചു. വീടിന്റെ ഉള്ളിൽ കയറിയിരുന്ന പോലീസും മറ്റുള്ളവരുമെല്ലാം പുറത്തേക്കിറങ്ങി. അയൽവക്കത്തുനിന്ന് ഒരു മനുഷ്യൻ വന്നു. ആ മനുഷ്യന് ഒരു 18 ലക്ഷം രൂപ കൊടുത്തു. അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റിക്കൊടുത്തു. വേറൊരാളും 18 ലക്ഷം രൂപ കൊടുത്തു. സ്വന്തം അനുജൻ 6 ലക്ഷം രൂപ കൊടുത്തു. അതുപോലെ ചില വ്യക്തികൾ സഹായിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ കടം മാറി, വീടിന്റെ ജപ്തി മാറി. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ സുനിശ്ചിതമായ തുണയുമാണ്. ഭൂമി കുലുങ്ങട്ടെ, പർവ്വതങ്ങൾ അടർന്ന് കടലിൽ പതിക്കട്ടെ, നമുക്ക് ഭയപ്പെടേണ്ട. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? ദൈവം നമ്മുടെ പക്ഷത്താണ്. ഈ വചനം കേൾക്കുന്ന എല്ലാവരും ഈ വചനം എല്ലാ ദിവസവും ഒരു 250 പ്രാവശ്യം സങ്കീർത്തനം 46 1 ചെല്ലുക. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ തകർച്ചകളിലേക്ക്, കടബാധ്യതകളിലേക്ക്, രോഗങ്ങളിലേക്ക് കർത്താവ് കടന്നു വരുന്നു. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. ഇത് കേൾക്കുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, പങ്കുവെക്കണം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.